എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചട്നിയാണ്. ഇഡ്ലിക്കും ദോശയ്ക്കും അതുപോലെ തന്നെ ചോറിന് വരെ കഴിക്കാൻ പറ്റും ഈ ചട്നി. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾ അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് തക്കാളിയാണ് എടുക്കുന്നത്. അതൊന്ന് 4ആയിട്ട് മുറിച്ചതിന് ശേഷം ഞാനൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു സവോളയുടെ പകുതി സവോളയാണ് ചേർക്കുന്നത്. അതും ഇതുപോലെ തന്നെ ഒന്ന് മുറിച്ചതിന് ശേഷം നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ചട്നിയാണ് കേട്ടോ. 1 മിനിറ്റേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അതായത് ഇത്രത്തോളം മല്ലിയില മതിയാകും. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാനൊരു 7 വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. അതിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ എരിവിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു 6 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഞാൻ ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ എണ്ണയാണ്. അപ്പോൾ എണ്ണ ഇതിലേക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എണ്ണയുടെ അളവ് കുറയ്ക്കാനും പറ്റില്ല. വേണമെങ്കിൽ കുറച്ചും കൂടെ കൂട്ടിയെടുക്കാം. എണ്ണയുടെ അളവ് എന്തായാലും ഇതിനേക്കാളും കുറയ്ക്കാൻ പറ്റില്ല. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരണം. നല്ല പേസ്റ്റ് പോലെ അരിയൊന്നും വേണ്ട. ഒരുവിധം ഒന്ന് അരിഞ്ഞ് കിട്ടിയാൽ മതി. എല്ലാം ഒന്ന് അരിഞ്ഞ് കിട്ടുന്നിടം വരെ ഒന്ന് അരച്ചാൽ മതി. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. എനിക്ക് ഈ റെസിപ്പി കിട്ടിയത് ഒരു തമിഴ് ചാനലിനാണ്. അപ്പോൾ മലയാളത്തിലാരും ചെയ്തത് കണ്ടില്ല. പിന്നെ ഞാനൊരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റുമായിട്ട് തോന്നി. വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്നതെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി എൻ്റെ ചാനലിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇവിടെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല പേസ്റ്റ് പോലെ ഒന്നും അരിഞ്ഞിട്ടില്ല. ഒരുവിധം അരിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ തയ്യാറാണ്. അത്രയും നമ്മൾ ചെയ്യാനുള്ളൂ. നമ്മൾ കടുക് പൊട്ടിക്കുക പോലും ആവശ്യമില്ല. ഇനി ഞാനിത് കഴിക്കുന്നത് നമ്മുടെ റവ ദോശയുടെ കൂടെയാണ്. അപ്പോൾ റവ ദോശയുടെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, ക്രിസ്പി ആയിട്ടുള്ള റവ ദോശ. അപ്പോൾ അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പോയി കാണണം. ഈ ചട്നി ദോശയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ദോശയുടെ കൂടെ മാത്രമല്ല, ഇഡ്ലിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിച്ചപ്പോഴും അതിൻ്റെ കൂടെ വരാൻ മാച്ചിങ് ആണ് ഈ ചട്നി. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.